ഈയിടെ കൊട്ടാരക്കരയിൽ നടന്നിട്ടുള്ള വന്ദന എന്ന് പറയുന്ന ഡോക്ടറെ അവിടെ എത്തിയിരുന്ന ഒരു പ്രതി ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും മറ്റുമായിട്ട് ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ നിയമ പരിരക്ഷ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി അനുകൂലിച്ചുകൊണ്ട് നിയമങ്ങൾ പാസ്സാക്കുകയും അവർക്ക് കൂടുതലായിട്ട് ഇപ്പം പരിരക്ഷ ലഭിക്കുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡോക്ടേഴ്സിന് മാത്രം ഈ പറയുന്ന പരിരക്ഷകൾ മതിയോ, അല്ലെങ്കിൽ ഈ പറയുന്ന നിയമങ്ങൾ അവർക്ക് മാത്രം പിന്താങ്ങുന്നതായാൽ മതിയോ എന്ന് കൃത്യമായിട്ട് നമുക്ക് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പം നടന്ന വീഡിയോ എന്ന് പറയുന്നത്. കാരണം ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്, ആ ഇടിച്ചിട്ട് ആ സ്ത്രീയെ ഇത്രയും ക്രൂരമായിട്ട് കൊന്ന ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന വ്യക്തി ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറുടെ പേര് ശ്രീകുട്ടി, നെയ്യാറ്റിൻകരയുള്ളതാണ്. അപ്പം ഈ സ്ത്രീ ഇപ്പം വർക്ക് ചെയ്തിരുന്നതെന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയിലുള്ള വലിയത്ത് എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. അപ്പം ഹോസ്പിറ്റൽ അധികൃതർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഒരു വലിയ വിപത്ത്, അല്ലെങ്കിൽ ഈ ഇത്രയും അശ്രദ്ധമായിട്ടുള്ള ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കാര്യം ചെയ്ത ഒരു വ്യക്തി ഡോക്ടർ എന്ന് പറയുന്ന പദവിയിലോ അല്ലെങ്കിൽ ആ സ്ഥാനത്തോ ഇരിക്കാൻ ഇല്ലാത്തവരായതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുകയാണ് ചെയ്തത്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും വലിയ വിപത്തുകൾ ആൾക്കാർ ചെയ്തു കൂട്ടുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മദ്യപാനം അല്ലെങ്കിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗം എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ സ്ത്രീയുടെ സുഹൃത്തായി ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പലതരത്തിലുള്ള ലഹരി കേസുകളിൽ ഈ പറയുന്ന പിടിയിലായിട്ടുള്ള ഒരു പ്രതിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ കുറ്റവാളിയായിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള സ്ത്രീകളുമായിട്ടാണ് ഡോക്ടേഴ്സിന് ബന്ധം പുലർത്തുക, അല്ലെങ്കിൽ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ആഘോഷിക്കാൻ വേണ്ടി കൂട്ടുകാരുടെയും മറ്റു വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് മദ്യപിക്കുക, പിന്നീട് വാഹനത്തിൽ കയറി തിരിച്ച് യാത്രയിൽ മദ്യപിക്കുക. എന്നിട്ട് ഇതിനെക്കാളി നമ്മൾ നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ആ സ്ത്രീയെ ഇടിച്ചു തള്ളിയിട്ടു സമ്മതിച്ചു, അത് അബദ്ധത്തിൽ പറ്റിപ്പോയതോ അല്ലെങ്കിൽ ഈ പറയുന്ന കയ്യബദ്ധം പറ്റിയതെന്നോ പെട്ടെന്ന് ഈ പറയുന്ന ബ്രേക്ക് കിട്ടാതിരുന്നെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്, എന്തെങ്കിലും ന്യായീകരിക്കാനെങ്കിലും കഴിയും. ഇത് പക്ഷെ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണ്. ആ സ്ത്രീയെ ഇടിച്ച് ഇട്ടതിന് ശേഷം ഒരു പക്ഷേ ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. പിന്നെയും പലവട്ടം ആ സ്ത്രീയുടെ ദേഹത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിട്ട് പല പ്രാവശ്യം മുന്നോട്ടും പിന്നിലോട്ടും എടുത്തതിന് ശേഷമാണ് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത്രയും ക്രൂരമായിട്ടുള്ള പ്രവർത്തികൾ ഇതിനു മുന്നേ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിനു മുന്നേ വെങ്കിട്ടറാം എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു കാര്യം ചെയ്തതും ഒക്കെ നമുക്കറിയാവുന്നുണ്ട്. പാവം മാധ്യമപ്രവർത്തകന്റെ ജീവൻ എടുത്തത്. പക്ഷേ എന്നിട്ട് അതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ എന്തായി, അല്ലെങ്കിൽ അവർക്ക് എന്തുമാത്രം ശിക്ഷ കിട്ടി എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അതിലൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്ന കാര്യമാണ്. അവർ മദ്യപിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷെ അവരൊക്കെ ഇന്ന് ജീവിതത്തിൽ വെളിയിലോട്ട് നല്ല രീതിക്ക് അവരുടെ ജോലികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ജീവൻ നഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് ഒരു വിലയുമില്ലേ, സാധാരണ ജനങ്ങൾക്ക് ഒരു നിയമപരിരക്ഷയും വേണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ട ആൾക്കാരാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ദൈവത്തിന് മാത്രം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളുടെ സ്പർശമേറ്റവർക്ക് മാത്രം കഴിയുന്നൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് നമ്മൾ എപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. അപ്പം മുകളിലിരിക്കുന്ന ഈശ്വരനാണ് ഈ പറഞ്ഞ ജനനം മരണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന എന്നൊരു സംഭവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നിടത്തോളം കാലം നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. അതിക്രൂഷ്യൽ മൊമെൻറ്റിൽ ഒരു വ്യക്തിയെ, നമ്മുടെ ഒരു ബന്ധുവിനെയോ മറ്റാരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം അവരുടെ ജീവൻ എങ്ങനെയും കഷ്ടപ്പെട്ട് ഈ പറയുന്ന ഡോക്ടേഴ്സ് തിരിച്ചു തരുന്ന സമയത്ത് പല ബന്ധുക്കളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് സാക്ഷികളായിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങൾ ദൈവം അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ദൈവത്തിന് തുല്യമാണ്, കാരണം ഇത്രയും വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തു തന്നെയെന്ന്. അപ്പോൾ എപ്പോഴും ജീവൻ തിരികെ തരുന്ന ഒരാളാണ് ഡോക്ടർ എന്ന് പറയുന്നത്. അല്ലാതെ അറിഞ്ഞുകൊണ്ട് ജീവൻ എടുക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഡോക്ടർ എന്ന് ഒരിക്കലും ഒരു ആരോഗ്യ പ്രവർത്തകനെന്നോ പ്രവർത്തകയെന്നോ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അപ്പുറത്തേക്ക് ആരോഗ്യ പ്രവർത്തകർ എപ്പോഴും സ്വബോധത്തിലൂടെ ഇരിക്കേണ്ട വ്യക്തികളാണ്. അവർ ഈ പറയുന്ന മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇന്ന് മനസ്സിലാവുന്ന കാര്യം, പല ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുള്ള നെഗ്ലിജൻസും വെറുതെ തള്ളിക്കളയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ എല്ലാം കൂടി ഒരു യോഗം നടത്തിയതിനു ശേഷം എന്ത് തരത്തിലുള്ള മരണം റിപ്പോർട്ട് ചെയ്തതിന് ശേഷവും അത് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രവൃത്തിയും ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ നെഗ്ലിജൻസും ഉണ്ടായിട്ടില്ല എന്നങ്ങ് വരുത്തി തീർക്കുകയും പിന്നീട് അതിന് വിധേയമായ അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തികൾക്ക് ഒരു നീതി ലഭിക്കാതെ പോകുന്ന കുറേയധികം കാര്യങ്ങൾ ഇപ്പം അടുത്തിടെയായിട്ട് നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. കോഴിക്കോട് ഉള്ളേരി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജ്, സ്വകാര്യ മലബാർ മെഡിക്കൽ കോളേജിൽ അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടി ഗർഭപാത്രം പൊട്ടിയിട്ട് മരിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുഞ്ഞാദ്യം മരിക്കുന്നു, പിന്നീട് ആ സ്ത്രീ മരിക്കുന്നുണ്ട്. അപ്പം അതൊരു വലിയ വിവാദത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും അവർ പലവട്ടം പറയുന്നത്, ഇല്ല ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ ഈ ഹോസ്പിറ്റൽ അധികൃതരുടെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലുള്ള നെഗ്ലിജൻസും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുന്നത്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഗർഭപാത്രം പോലൊരു സാധനം, അല്ലെങ്കിൽ അത്രയും കട്ടിയുള്ള ഒരു ഭാഗം പൊട്ടണമെങ്കിൽ, അതിന് ക്രാക്ക് സംഭവിക്കണമെങ്കിൽ അമിതമായിട്ടുള്ള ഓവർഡോസ് അവരുടെ ശരീരത്തിൽ മരുന്ന് കുത്തിവെക്കുന്നത് മൂലം മറ്റുമാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. നേരെ സ്റ്റേബിൾ ആയിരുന്നൊരു
സ്ത്രീയാണ്, ഒരു കുഴപ്പവും ഇല്ലായിരുന്നെന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. അപ്പോൾ അവർക്കത് സംഭവിച്ചതിന് ശേഷം ഒരിക്കലും സമ്മതിക്കുന്നില്ല, ഹോസ്പിറ്റൽ അധികൃതർ സമ്മതിച്ചിട്ടില്ല, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, എന്ത് കാര്യത്തിനും ആരോഗ്യ പ്രവർത്തകരാണ്, നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ട വ്യക്തികളാണ്, അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്ത ബോധമുള്ള ആൾക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് അവർക്കും ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ അശ്രദ്ധകൾ പറ്റും. അങ്ങനെയുള്ള അശ്രദ്ധകൾ പറ്റാതിരിക്കണമെങ്കിൽ അവർക്കും കൃത്യമായിട്ട് തെറ്റുകൾ ചെയ്യുന്ന ഭാഗത്ത് ഉചിതമായിട്ടുള്ള വിധത്തിലുള്ള നിയമ നടപടിക്രമങ്ങൾക്ക് അവരും ഇരയാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പം ഈ പറയുന്ന ശ്രീരാമൊക്കെ ഇറങ്ങിപ്പോയതുപോലെ ഇതും അങ്ങ് ഇറങ്ങിപ്പോവുക. ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇനിയും ഈ പറയുന്ന സമൂഹത്തിന് ഏറ്റവും വിപത്ത് തന്നെയാണ്, അല്ലെങ്കിൽ അജ്മൽ എന്ന് പറയുന്ന ആ വ്യക്തി ഏറ്റവും വിപത്താണ്. കാരണം ഇത്രയും ലഹരി മരുന്നിന് അടിമയായിട്ടുള്ള ഒരു വ്യക്തി, ഇത്രയും ക്രൂരമായിട്ടൊരു സ്ത്രീയെ പിന്നെയും കൊന്നൊരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ പറയുന്ന കണക്ക് നിയമങ്ങൾ ഒരുപക്ഷെ ഇതിൻ്റെ വാദപ്രതിവാദങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നിട്ട് പോയിട്ട് എത്ര വർഷങ്ങളെടുക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് വരാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ വാദം പൂർത്തിയായിട്ട് ഇതിൻ്റെ ശിക്ഷാ നടപടിക്രമങ്ങളൊക്കെ പറയാൻ വേണ്ടി എത്ര വർഷം എടുക്കുന്ന നമ്മുടെ ഇവിടുത്തെ നിയമത്തിനെ ആശ്രയിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം അത്രയും കാലം നീണ്ടുപോകും ഒരു സത്യത്തിൽ ഒരു ഇരയാക്കപ്പെട്ട വ്യക്തിക്ക്, അല്ലെങ്കിൽ അതിക്രമത്തിന് ഇരയാക്കപ്പെടുന്ന വ്യക്തികൾക്ക് അവരുടെ നീതി ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇനി മരണപ്പെട്ട ഒരു വ്യക്തിക്കായാൽ പോലും നീതി കൊടുക്കേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ്. നമ്മുടെ നിയമത്തിൻ്റെ അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഒരു കർത്തവ്യം തന്നെയാണ്. നമ്മുടെ ഈ പറയുന്ന ഭരണഘടനയിലൂടെ പലതരത്തിലുള്ള മൗലികാവകാശങ്ങൾക്ക് നമുക്കിരയാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എഴുതി തന്നിട്ടുള്ള സമയത്ത് പലതരത്തിലുള്ള അനീതികൾക്ക് നമ്മൾ ഇരയാവുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അത് ഈ പറയുന്ന കാശും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ പറയുന്ന സ്വാധീനവും വലിയ അതോറിറ്റീസും ഒക്കെ മുന്നിട്ടിറങ്ങുന്ന സമയത്ത് പാവപ്പെട്ടവർക്ക് അത് നിഷേധിക്കപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് സത്യത്തിൽ ഈ പറയുന്ന നിയമത്തിൻ്റെ വ്യവസ്ഥിതിയെ തകിട്ടം മറിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്നുള്ള പദവിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പണത്തിൻ്റെ ഹുങ്ങോ വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഇളവുകൾക്കും അവർ ഇരയാക്കപ്പെടുക, അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ച് കൊടുക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കാര്യത്തിൽ ആ കുടുംബത്തിന് വേണ്ടുള്ള സപ്പോർട്ടുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ രണ്ടുപേരും ഇനി പക്ഷേ ഒരു ജീവൻ, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പോരായ്മ അല്ലെന്നുള്ള നിയമവ്യവസ്ഥയുടെ പോരായ്മ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നിയമം അനുശാസിക്കുന്ന നിയമവ്യവസ്ഥിതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജീവനും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ സൗദി അറേബ്യ പോലുള്ള നാടുകളിൽ നമുക്കറിയുന്ന കാര്യമാണ്, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്, ഇതാണ് അവരുടെ നിയമവ്യവസ്ഥിതി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്രിമിനൽ കുറ്റങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അപകട മരണങ്ങളൊക്കെ താരതമ്യേന നമ്മുടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 1% പോലും കാണത്തില്ല. അപ്പം ഇങ്ങനെയുള്ള അതിശക്തമായിട്ടുള്ള നിയമ നടപടിക്രമങ്ങൾ എന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു അന്ന് മാത്രമേ ഈ പ്രതികളാകുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് നിയമത്തിനോട് എന്തെങ്കിലും ഒരു പേടിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവുള്ളൂ. അതില്ലെങ്കിൽ ഇതുപോലെ പീഡനങ്ങളും കൊലപാതകങ്ങളും ബാക്കി കാര്യങ്ങളും ഈ പറയുന്ന ലഹരിമരുന്നിൻ്റെ ഉപയോഗവും ഇതൊക്കെ നിരന്തരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രഹേളിക പോലെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് ആദ്യം വേണ്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഈ ലൂപ്പ് ഹോൾസ് എന്ന് പറയുന്നത് നമ്മുടെ ലോയുടെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്ത് വലിയ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കുറച്ച് നാൾ ജയിലിൽ കിടക്കുക, തിന്ന് കുടിച്ച് നല്ല രീതിക്ക് വെളിയിലേക്ക് ഇറങ്ങിപ്പോവുക, കുറച്ച് കാശ് വീശുക, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ ലോയറിനെ വെക്കുക, കുറേയധികം പൈസകൾ കൊടുക്കുക, അതിനുശേഷം നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോവുക. അപ്പോൾ അവരെക്കാട്ടിലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവൻ്റെ വില എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നീതികേടാണതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ചെയ്യേണ്ടത് ഈ നിയമത്തിൻ്റേതായിട്ടുള്ള ഇന്ന് അവശേഷിക്കുന്ന ലൂപ്പ് ഹോൾസ് എല്ലാം അടച്ചുകൊണ്ട് ഏറ്റവും കർശനമായിട്ടുള്ള ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്നത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ, ഇവിടെ ഇപ്പം നരഹത്യയാണ്, അറിഞ്ഞുകൊണ്ടുള്ള നരഹത്യാശ്രമമാണ്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് പിന്നെയും ജീവിക്കാനുള്ള ഒരു അവകാശത്തിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം മറ്റൊരു ജീവൻ അറിഞ്ഞുകൊണ്ടെടുത്ത് ഒരാൾക്ക് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നിയമം അതിനെ പിന്താങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് വധശിക്ഷയ്ക്ക് തന്നെ വിധിക്കുക. അത് വർഷങ്ങൾ ഏറ്റെടുത്തൊന്നും പോകണ്ട, ഈ ഒറ്റ വീഡിയോ മാത്രം മതി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നുള്ളത്. അപ്പം ഇത്രയും തെളിവുകൾ മാത്രം മതി. ഈ പറയുന്ന താമസിക്കാതെ പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള നിയമ നടപടികൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഇനി ഒരിക്കലും മറ്റൊരാൾ ഇത് ചെയ്യുന്നതിന് മുന്നേ, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന് തൊട്ട് മുന്നായിട്ടെങ്കിലും ഈ ഒരു നിയമവ്യവസ്ഥിതി അല്ലെങ്കിൽ ഈ ഒരു ശിക്ഷാ നടപടി അവരുടെ മനസ്സിൽ പെട്ടെന്നൊരു പേടിയെങ്കിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ചിന്തയെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ടെങ്കിലും നിയമത്തിനെ പേടിക്കണം മനുഷ്യർ, അല്ലെങ്കിൽ നിയമത്തിന് പേടി ഇല്ലാതായി കഴിഞ്ഞാൽ ഇതുപോലുള്ള അനീതികൾ ഇനിയും ഇവിടെ തുടരപ്പെടും.